ഹായ് ട്രേഡേഴ്സ്, അൽപാരിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തു വെച്ചിട്ടുമുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അൽപാരിയുടെ വെബ്സൈറ്റ് ഓപ്പണായി വരും. വെബ്സൈറ്റ് ഓപ്പണായി കഴിഞ്ഞാൽ ഹോം പേജിൽ കാണുന്ന സ്റ്റാർട്ട് ട്രേഡിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് പേജിലേക്ക് വരുമ്പോൾ കൺട്രി ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്തെ ID പ്രൂഫ് കൊണ്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ രാജ്യമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യുക. താഴെ ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളിടത്ത് ഒരു പാസ്വേഡും എൻ്റർ ചെയ്യുക. ഈ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് അൽപാരിയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യേണ്ടത്. രണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വന്നിട്ടുണ്ടാവും. അതിവിടെ എൻ്റർ ചെയ്യുക. ഇനി അഥവാ മെയിലിൽ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പാം ഫോൾഡർ കൂടി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. മെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ അക്കൗണ്ട് സെക്യൂരിറ്റിയുടെ ഭാഗമായി ഒരു 5 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് നിങ്ങൾ മറന്നു പോകാതെ സൂക്ഷിക്കേണ്ടതാണ്. ഫണ്ട് വിഡ്രോവൽ സമയം ഈ കോഡ് കൊടുത്തു വേണം നിങ്ങൾ വിഡ്രോവൽ പ്രോസസ്സ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 5 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോഡ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെൽ us about yourself. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര്, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എൻ്റർ ചെയ്യേണ്ടതാണ്. എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈവ് അക്കൗണ്ട് വേണമോ പ്രാക്ടീസ് അക്കൗണ്ട് വേണമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ലൈവ് അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങളൊരു ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഗോ ടു പ്രാക്ടീസ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ലൈവ് അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. വേർ ഡു യു ലിവ്? ഈ പേജിൽ നിങ്ങളുടെ അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ് ഇത്രയും കൊടുത്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്തും നാഷണാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇനി ഡിഫറൻസ് ഒന്നുമില്ലെങ്കിൽ നോ തന്നെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ സോഴ്സ് ഓഫ് ഫണ്ട്സ് ചോദിക്കുന്നുണ്ട്. ഇതൊരു റെഗുലേറ്ററി റിക്വയർമെൻ്റ് ആണ്. ഇൻഡസ്ട്രി എന്ന ഈ കോളത്തിൽ ചോദിക്കുന്നത് നിങ്ങളുടെ ജോബ് എന്താണെന്നാണ്. ഞാനിവിടെ ഫിനാൻഷ്യൽ സർവീസസ് ട്രേഡിംഗ് എന്നതാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ ജോബ് ടൈറ്റിൽ എന്നുള്ളിടത്ത് നിങ്ങളുടെ ജോബ് പൊസിഷനാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ട്രേഡർ എന്നാണ് കൊടുക്കുന്നത്. അതിൻ്റെ താഴെയുള്ള കോളത്തിൽ സോഴ്സ് ഓഫ് ട്രേഡിംഗ് ഫണ്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ യുവർ ഐഡന്റിറ്റി. പ്രൈവസി പോളിസി വായിച്ചു നോക്കിയതിനു ശേഷം വെരിഫൈ യുവർ ഐഡന്റിറ്റി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ചോദിക്കുന്ന പ്രോസസ്സുകളെല്ലാം കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ പ്രൈവസി ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാജ്യത്തിന് അനുയോജ്യമായിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ID പ്രൂഫ്സ് കാണാൻ പറ്റും. ഏതാണോ അത് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ അമർത്തുക. ഇവിടെ ഞാൻ ആധാർ കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ക്ലിയർ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ 4 എഡ്ജസും ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം. സ്കാൻഡ് കോപ്പീസ് ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഒറിജിനൽ ID പ്രൂഫ് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഗാലറിയിൽ സേവ് ചെയ്തോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതോടുകൂടി നമ്മൾ അൽപാരിയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഈ ഒരു പേജിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ സ്വാപ്പ് ഓപ്ഷൻ വേണമോ വേണ്ടയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ സ്വാപ്പ് ഫ്രീ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണ്. സ്വാപ്പ് ഫ്രീ ഓപ്ഷൻ എന്താണെന്നറിയാലോ? നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബ്രോക്കറിന് കൊടുക്കേണ്ട ചാർജാണ് സ്വാപ്പ്. സ്വാപ്പ് ഫ്രീ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് സ്വാപ്പ് ഇല്ലാതെ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ചോദിക്കുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ട്രേഡിംഗ് അക്കൗണ്ട് വേണം എന്നാണ്. ഇവിടെ നമുക്ക് 2 ടൈപ്പ് അക്കൗണ്ടുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് വരുന്നത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ECN അക്കൗണ്ടാണ്. ഇത് സീറോ സ്പ്രെഡ് അക്കൗണ്ടാണ്. അതായത് സ്പ്രെഡ് കുറഞ്ഞ കമ്മീഷനുള്ള അക്കൗണ്ട്. രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് സ്റ്റാൻഡേർഡ് അക്കൗണ്ടാണ്. ഈ ഒരു അക്കൗണ്ട് സ്പ്രെഡുള്ള കമ്മീഷൻ ഇല്ലാത്ത അക്കൗണ്ട് ആയിരിക്കും. ഇവിടെ ഞാൻ മോസ്റ്റ് പോപ്പുലർ അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. പ്രോ ECN അക്കൗണ്ട് സ്പ്രെഡ് കുറഞ്ഞ കമ്മീഷനുള്ള അക്കൗണ്ടാണ്. പ്രോ ECN അക്കൗണ്ട് നമുക്ക് MT4ലും MT5ലും അവൈലബിൾ ആണ്. ECN അക്കൗണ്ട് സ്പ്രെഡ് ഉള്ള കമ്മീഷൻ ഇല്ലാത്ത അക്കൗണ്ടാണ്.
ECN അക്കൗണ്ട് MT4ൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാനിവിടെ പ്രോ ECN അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് അക്കൗണ്ട് കറൻസി സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ അക്കൗണ്ട് ലീവറേജ് സെലക്ട് ചെയ്യാനുമാണ്. രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതോടുകൂടി നമ്മൾ അൽപാരിയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ഫണ്ട് ഡെപ്പോസിറ്റിനെ കുറിച്ചും വിഡ്രോളിനെ കുറിച്ചുമാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയായി അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്.